BBC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ്സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. 10 കൊല്ലമായി തല്ലുവാങ്ങിയ കോൺഗ്രസ് പ്രവർത്തകരുണ്ട്. കോൺഗ്രസുകാരനായിരിക്കും മുഖ്യമന്ത്രി കെ ബാബു. കോൺഗ്രസിൽ മുഖ്യമന്ത്രി ചർച്ചകൾ സജീവമായി തുടരുന്നു. ആരാണ് മുഖ്യമന്ത്രിയാവുക എന്ന ചോദ്യത്തിന് മറുചോദ്യവുമായി മുൻ മന്ത്രി കെ ബാബു. ആരാകും കേരളത്തിലെ പ്രതിപക്ഷ നേതാവ്? മുഖ്യമന്ത്രിയെക്കുറിച്ച് മാത്രം ചർച്ച ചെയ്താൽ പോരല്ലോ. മുഖ്യമന്ത്രി ആരാകും എന്ന് മെയ് 4 ശേഷം ചർച്ച ചെയ്യാമെന്നും അദ്ദേഹം മറുപടി നൽകി. 10 കൊല്ലമായി തല്ലുവാങ്ങിയ കോൺഗ്രസ് പ്രവർത്തകരുണ്ട്. അവർക്ക് ഈ ചർച്ചയോട് താല്പര്യമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. RMP പ്രവർത്തകന്റെ വീട്ടിലെ കിണറ്റിൽ മനുഷ്യ വിസർജ്യം തള്ളി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-നായി പ്രവർത്തിച്ച വിരോധമാണ് പിന്നിലെന്ന് KK രമ. കോഴിക്കോട് നാദാപുരത്ത് RMP പ്രവർത്തകന്റെ വീട്ടിലെ കിണറ്റിൽ മനുഷ്യ വിസർജ്യം തള്ളിയത് വൃത്തിഹീനമായ പ്രവൃത്തിയെന്ന് KK രമ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ച വിരോധമാണ് പിന്നിൽ. കുറ്റക്കാർക്കെതിരെ നടപടി വേണം. കേരളത്തിൽ ലജ്ജിപ്പിക്കുന്ന പ്രവൃത്തിയാണിതെന്നും രാഷ്ട്രീയ വിരോധമാണ് ഹീനകൃത്യത്തിന് കാരണമെന്നും KK രമ പറഞ്ഞു. ചരിത്രത്തിൽ ഇല്ലാത്ത വിധം വാട്ടർ ടാങ്കുകളിൽ കുടിവെള്ളം എത്തിക്കുകയാണ് കോർപ്പറേഷനെന്ന് മേയർ. പ്രതിഷേധവുമായി LDF-ഉം UDF-ഉം. തിരുവനന്തപുരം നഗരത്തിലെ കുടിവെള്ള പ്രശ്നം, കുടിവെള്ള വിഷയം കൌൺസിലിൽ ഉന്നയിച്ച് LDF-ഉം UDF-ഉം. കുടിവെള്ള പ്രശ്നത്തിന്റെ ഉത്തരവാദിത്തം കൌൺസിലിന് എന്ന് LDF ആരോപിച്ചു. കൌൺസിലിനൊപ്പം വാട്ടർ അതോറിറ്റിക്കും സർക്കാരിനും ഉത്തരവാദിത്തമുണ്ടെന്ന് UDF ചൂണ്ടിക്കാട്ടി. കുടിവെള്ള പ്രശ്നത്തിൽ കോർപ്പറേഷൻ ചരിത്രത്തിൽ ഇല്ലാത്ത വിധം വാട്ടർ ടാങ്കുകളിൽ കുടിവെള്ളം എത്തിക്കുകയാണെന്ന് മേയർ VV രാജേഷ് മറുപടി നൽകി. വാട്ടർ അതോറിറ്റി കാര്യക്ഷമമായി ഇടപെടാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നും അദ്ദേഹം പറഞ്ഞു. നിതിൻ രാജിന്റെ മരണം നാളെ സംസ്ഥാന വ്യാപകമായി ഹർത്താൽ. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് ആക്ഷൻ കൌൺസിൽ പ്രഖ്യാപിച്ച ഹർത്താൽ നാളെ. 52 ദളിത് സംഘടനകൾ ചേർന്നാണ് നാളെ സംസ്ഥാന വ്യാപകമായി ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് ഹർത്താൽ. അവശ്യ സർവീസുകളെ ഹർത്താലിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മന്ത്രി സത്യം മനസ്സിലാക്കി. അടുത്തയാഴ്ച എല്ലാ സംശയങ്ങൾക്കും പരിഹാരമുണ്ടാകും K മുരളീധരൻ. മന്ത്രി വീണ ജോർജിനെ പരിഹസിച്ച് K മുരളീധരൻ. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ വീണ ജോർജിന് സത്യം പറയേണ്ടി വന്നു. ആയുധം കൊണ്ട് ആക്രമിച്ചു എന്നാണ് അന്ന് ഷംസീർ പറഞ്ഞത്. ഇന്ന് മാറ്റി പറയുന്നു. പണ്ട് പത്രം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എന്നാൽ ഇപ്പോൾ ചാനലുകളെല്ലാം ചുറ്റിനുമുണ്ട് എന്ന് ഓർത്താൽ മതി. K മുരളീധരൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കോൺഗ്രസുകാർ ആക്രമിച്ചു എന്നാണ് ഷംസീർ അന്ന് പറഞ്ഞത്. ഒരു സ്പീക്കർ അങ്ങനെ ഒരിക്കലും പറയരുത്. നേതാക്കളുടെ PR വർക്കുകൾ പരിധി വിടില്ല. തൃശൂർ പൂരത്തിന് വെടിക്കെട്ടില്ലാതിരുന്നാൽ ആ നിരാശ ഒഴിവാക്കാനാണ് ഇപ്പോഴുള്ള വെടിക്കെട്ട്. പക്ഷെ ഒന്നും പരിധി വിടില്ല. അടുത്ത ഈ നേരമാകുമ്പോൾ കുട്ടി ആണാണോ പെണ്ണാണോ എന്നറിയുമെന്നും K മുരളീധരൻ പറഞ്ഞു. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. പടന്നയിലെ ശൈശവ വിവാഹം. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയാണെന്ന് അറിയില്ലായിരുന്നു. തെറ്റിദ്ധരിക്കപ്പെട്ടു ഇമാം. കാസർഗോഡ് പടന്നയിലെ ശൈശവ വിവാഹത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ടെന്ന് ഇമാം. അന്വേഷണത്തിനെത്തിയ ബാലവിവാഹ നിരോധന ഓഫീസറോടും ചൈൽഡ് അധികൃതരോടുമാണ് ഇക്കാര്യം വിശദീകരിക്കുന്നത്. ഏപ്രിൽ 13 പടന്ന എടച്ചാക്കൈ അഴിക്കാൽ ജുമാ മസ്ജിദിൽ നടന്ന ശൈശവ വിവാഹത്തിൽ പള്ളി കമ്മിറ്റി സെക്രട്ടറിയും പടന്ന പഞ്ചായത്ത് അംഗവുമായ PK താജുദ്ദീനെ എല്ലാം അറിയാമായിരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ പുറത്തുവന്ന ഇമാം സംസാരിക്കുന്ന വീഡിയോ ദൃശ്യം. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുവാൻ എത്തിയ ബാലവിവാഹ നിരോധന ഓഫീസറോടും ചൈൽഡ് ലൈൻ അധികൃതരോടും ജുമാ മസ്ജിദ് ഇമാം റഹ്മത്തുള്ള താൻ തെറ്റിദ്ധരിക്കപ്പെട്ട കാര്യം വ്യക്തമായി വിശദീകരിക്കുന്നുണ്ട്. വീണ്ടും തിരിച്ചടി. രാജ്യസഭയിലെ 7 ആം ആദ്മി പാർട്ടി MPമാർ BJPയിൽ ലയിച്ചു. രാജ്യസഭാ MPമാർ കൂട്ടത്തോടെ കൂറുമാറിയ സംഭവത്തിൽ ആം ആദ്മി പാർട്ടിക്ക് വീണ്ടും തിരിച്ചടി. 7 MPമാരുടെ BJP ലയനം രാജ്യസഭാ അധ്യക്ഷൻ അംഗീകരിച്ചു. ആം ആദ്മി പാർട്ടി വിട്ട രാഘവ് ചന്ദ്ര, സന്ദീപ് പഥക്, ഹർഭജൻ സിംഗ്, സ്വാതി മലിവാൾ, അശോക് മിത്തൽ തുടങ്ങി 7 MPമാരെയും അയോഗ്യരാക്കണമെന്ന ആം ആദ്മി പാർട്ടിയുടെ ആവശ്യത്തെ നിരസിച്ചുകൊണ്ടാണ് രാജ്യസഭാ അധ്യക്ഷൻ ലയനത്തെ അംഗീകരിച്ചത്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.